ഇനി അറിയേണ്ടത് പിയാ സുനിൽ നമുക്കൊപ്പം ചേരുന്നു. പിയാ സുനിൽ, പ്രതിപക്ഷം സമരവുമായി മുന്നോട്ട് തന്നെയാണ്. അഭിജിത് ദീപ്കയും CJPയും ഇന്ന് സമരം അവസാനിപ്പിക്കുമോ? സോനം വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചു. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ രാജി ഒഴികെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ അനുനയത്തിന് വഴങ്ങുന്നു എന്നുള്ള വിവരമാണ്, സൂചനയാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ കേട്ടത്. JP നദ്ദ അടക്കമുള്ളവർ സോനം വാങ്ചുക്കിനോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ CJP പ്രതിഷേധം ഇന്ന് അവസാനിക്കാൻ സാധ്യതയുണ്ടോ? ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ ഈ ആവശ്യത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ട് പോകില്ലേ CJP? എന്താണ് ദില്ലിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പിയാ സുനിൽ. അരുൺ, സോനം വാങ്ചുക്ക് നിരാഹാര സമരം അവസാനിപ്പിച്ചാലും സോനം വാങ്ചുക്ക് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാകുമ്പോഴും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ CJPയുടെ സമരം അവസാനിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ ഈ സമരസ്ഥലത്ത് പോയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികളുടെയും കയ്യിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ ചിത്രമുള്ള പ്ലക്കാർഡുകളുണ്ട്. അതിൽ രാജിവെക്കൂ രാജിവെക്കൂ എന്നാവശ്യപ്പെട്ടുള്ള പ്ലക്കാർഡുകളാണ്. അവിടെയെല്ലാം ഉയർന്നിരിക്കുന്ന ബാനറുകൾ, പോസ്റ്ററുകളെല്ലാം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. നീറ്റ് പരീക്ഷാ തട്ടിപ്പ്, നെറ്റ് പരീക്ഷാ തട്ടിപ്പ്, CBSE മൂല്യനിർണ്ണയത്തിലെ പിഴവുകൾ, ഇതൊന്നും തന്നെ കൃത്യമായി മേൽനോട്ടം വഹിക്കാൻ കഴിയാതെ പരീക്ഷാ സംവിധാനം ആകെ തകിടം മറിക്കുകയും തകർക്കുകയും ചെയ്ത അതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കാണ്. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക. അതാണ് ഈ സമരത്തിന്റെ തുടക്കം മുതലുള്ള ആവശ്യം. ജൂൺ 6-ാം തീയതി ജന്തർ മന്ദിറിലെ ഈ മണ്ണിൽ സമരം ആരംഭിച്ച ആ ദിവസം മുതൽ CJP ആവശ്യപ്പെടുന്ന, അഭിജിത് ദീപ്കെ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇത് തന്നെയാണ്. സോനം വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിച്ചതും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആ പ്രധാനപ്പെട്ട ആവശ്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പ്രതിഷേധക്കാർ പിന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല. ഇന്ന് ഉച്ചയ്ക്ക് 12:30 മണിക്കാണ് കേന്ദ്ര സർക്കാരുമായി വീണ്ടും CJP ചർച്ച നടത്താൻ പോകുന്നത്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലാണ് ചർച്ച നടക്കുന്നത്. അവിടെ JP നദ്ദ അതുപോലെ തന്നെ മറ്റ് കേന്ദ്രമന്ത്രിമാർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു വിട്ടുവീഴ്ചയും ഈ രാജിയുടെ കാര്യത്തിൽ CJP പ്രതിനിധികൾ വരുത്താനുള്ള സാധ്യത കുറവാണ്. കാരണം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ നേതൃനിരയിലുള്ളവർ ആ തീരുമാനത്തിലേക്ക് പോയാൽ ഇപ്പോൾ ഈ പ്രതിഷേധ രംഗത്തുള്ള വിദ്യാർത്ഥികളിൽ നിന്നൊക്കെ തന്നെ അവർക്ക് നേരിടേണ്ടി വരുന്നത് വലിയ തിരിച്ചടിയാകും. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ, വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള വലിയൊരു വികാരം ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്, ഈ സമരത്തിനിടയിലുണ്ട്. അത് ദുർബലപ്പെടുന്ന ഒരു തീരുമാനത്തിലേക്ക് ഒരു കാരണവശാലും CJP പോകാനുള്ള സാധ്യതയില്ല. മറിച്ചപ്പുറത്ത് പ്രതിപക്ഷ പാർട്ടികളും ഈ നിലപാട് കൂടുതൽ കടുപ്പിക്കുമ്പോൾ പാർലമെന്റിന് പുറത്ത് CJPയുടെ സമരം, പാർലമെന്റിനുള്ളിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ശബ്ദം, CJPയുടെ